UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളും ഗ്യാരണ്ടികളും ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോവുകയെന്ന UDFന്റെ പ്രഖ്യാപിത നയം യാഥാർത്ഥ്യമാക്കുന്നതിന് ഈ ബജറ്റ് തുടക്കമിടുമെന്ന് അറിയുന്നു. ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേരും. അതുപോലെ കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം ചേരും. മലബാർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ UDF സർക്കാരിനെ അധികാരത്തിലേക്കാൻ മലബാർ ഒരുപാട് പരിശ്രമിച്ചു എന്നാണ് വിവരം. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു, ഷെഫീദ് റാവുത്തർ ആൻഡ് ദീപക് തർമ്മടം. ആദ്യം ഷെഫീദ് റാവുത്തറിലേക്ക് പറയൂ. ഷെഫീദ്. സംസ്ഥാനത്ത് വലിയ ആകാംക്ഷയാണ് എന്തായിരിക്കും ആ ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി തന്നെ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി വിഴിഞ്ഞത്തേക്ക് പോകാതെ കോവളം ഗസ്റ്റ് ഹൗസിലും മാസ്കറ്റ് ഹോട്ടലിലുമായിരുന്ന VD സതീശൻ ബജറ്റ് തയ്യാറാക്കുകയായിരുന്നു. പ്രധാനമായും ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട നടത്തിപ്പ് തന്നെയായിരിക്കും ബജറ്റിലെ ആകർഷണം. അതിൽ നമുക്ക് രണ്ട് പദ്ധതികൾ ഇതിനോടകം തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ബാക്കി പദ്ധതികൾ, പ്രത്യേകിച്ച് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ബജറ്റിൽ എന്ത് നീക്കിയിരിപ്പുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി ഏത് രീതിയിൽ നടപ്പാക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ വലിയ ആകാംക്ഷയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പ്രതിമാസം ധനസഹായമാണ്. കൂടാതെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ അടക്കമുള്ള കാര്യങ്ങൾ ബജറ്റിൽ ഇടം പിടിക്കുമെന്നുള്ളതാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന സൂചനകൾ. അതിനോടൊപ്പം തന്നെ നമ്മൾ വലിയ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. ക്ഷേമ പെൻഷൻ 3000 ആക്കുന്ന നടപടി അത് ഒറ്റ ഘട്ടത്തിൽ ഉണ്ടായില്ലെങ്കിലും ആദ്യഘട്ട പ്രഖ്യാപനം അത് ആശ്വാസം നൽകുന്നതായിരിക്കുമെന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഘട്ടം ഘട്ടമായി ക്ഷേമ പെൻഷൻ 3000 രൂപയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഈ സർക്കാർ ജീവനക്കാർക്കുള്ള കാര്യങ്ങളാണ്. അതിൽ നമുക്കറിയാം, ഈ പെൻഷൻ പ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം അത് ഈ ബജറ്റിൽ ഉണ്ടാകില്ല. കാരണം UDFിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിൽ ചില എതിർപ്പുകളടക്കം ഉയർന്നു വന്നൊരു സാഹചര്യത്തിൽ അതുണ്ടാകില്ല. പക്ഷേ ഇവർക്ക് ആശ്വാസമായി ക്ഷാമബത്ത അടക്കമുള്ള കാര്യങ്ങൾ അത് പ്രഖ്യാപിക്കാൻ ബജറ്റിൽ കാര്യമുണ്ടാകും, അല്ലെങ്കിൽ ബജറ്റിൽ ഇടമുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സംസ്ഥാനത്തിന്റെ തനത് വരുമാന വർധനം. ഇതിനോടകം തന്നെ വലിയ രാഷ്ട്രീയ വിവാദമായ ഒരു സംഭവമാണ് എത്ര രൂപ ഖജനാവിൽ ബാക്കിയുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിൽ ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ ദിവസവും KN ബാലഗോപാൽ ആവർത്തിച്ചൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട നീക്കിയിരിപ്പുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി VD സതീശൻ കാണിക്കുന്ന മാജിക്ക് അത് ഈ ബജറ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും നാളെ രാവിലെ ഇതുമായി നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. ആ ബജറ്റിൽ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം അത് ഒറ്റ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കറിയാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.